മലപ്പുറത്ത് +1 ക്ലാസുകളിൽ വിദ്യാർത്ഥികളുടെ എണ്ണം പരമാവധിയിൽ കൂടുതലാണെന്ന വിമർശനം പരിശോധിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സീറ്റ് കുറവാണെന്ന ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണെന്നും മന്ത്രി പറഞ്ഞു. 24 ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ ഷോയിലാണ് പ്രതികരണം. ഇപ്പോൾ മലപ്പുറം ജില്ല പ്രത്യേകം എടുത്താൽ ആകെ 80,250 സീറ്റുകളാണ് അവിടെ ഇന്നിപ്പോൾ മലപ്പുറം ജില്ലയിൽ നമുക്ക് ലഭ്യമായ സീറ്റെന്ന് പറയുന്നത്. അതിൽ ഇപ്പോൾ ജില്ലയ്ക്കുള്ളിൽ അപേക്ഷകൾ അവിടെ ലഭിച്ചിട്ടുള്ളത് 74,305 ജില്ലയ്ക്കുള്ളിൽ അപേക്ഷ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ജില്ലയ്ക്ക് പുറത്ത് ലഭിച്ചിട്ടുള്ളത് 7,620 അപേക്ഷയാണ് ലഭിച്ചിട്ടുള്ളത്. ടോട്ടൽ അനുവദിച്ചിട്ടുള്ള സീറ്റും ജയിച്ച കുട്ടികളുടെ എണ്ണവും കൂടെ നോക്കുമ്പോൾ എല്ലാ കുട്ടികൾക്കും അഡ്മിഷൻ കിട്ടേണ്ടതാണ്. അതല്ലാതെ ഈ സീറ്റിൻ്റെ കാര്യത്തിലുള്ള ശബ്ദം എന്ന് പറയുന്നത് അത് രാഷ്ട്രീയ പ്രേരിതമാണ്. സ്കൂൾ വിദ്യാഭ്യാസ നിലവാരം ഉയർത്താൻ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. 1 മുതൽ 9 വരെ ക്ലാസുകളിൽ എല്ലാവരെയും ജയിപ്പിക്കുന്ന രീതി പുനഃപരിശോധിക്കും. 10ാം ക്ലാസ് പരീക്ഷയിൽ ഓരോ വിഷയത്തിനും കുറഞ്ഞ മാർക്ക് ഏർപ്പെടുത്തുന്നതിൽ കൂടുതൽ ചർച്ച നടത്തുമെന്നും മന്ത്രി 24നോട് പറഞ്ഞു. നമുക്ക് ഈ ഓൾ പ്രൊമോഷൻ സമ്പ്രദായം വന്നതോടുകൂടി കുട്ടികളുടെ നിലവാരം വേണ്ടവണ്ണം മെച്ചപ്പെടുന്നില്ല എന്നുള്ള കാര്യം സത്യമാണ്. നമുക്ക് 1 മുതൽ 9 വരെയുള്ള കുട്ടികളുടെ നിലവാരം നമുക്ക് നന്നായി മെച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ വഴിത്തിരിവാണ് 10ാം ക്ലാസ് പരീക്ഷ എന്ന് പറയുന്നത്. ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഹരികൃഷ്ണൻ, എന്തൊക്കെയാണ് വിദ്യാഭ്യാസ മന്ത്രി ഇക്കാര്യത്തിൽ പറഞ്ഞത്? വേണു, ഈ മലപ്പുറത്തെ +1 സീറ്റ് പ്രതിസന്ധി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മോർണിംഗ് ഷോയിൽ നമ്മളോട് 24നോട് പ്രധാനമായും പറഞ്ഞ കാര്യം. അതായത് ഈ മലപ്പുറം +1 സീറ്റ് പ്രതിസന്ധി അത് കഴിഞ്ഞ ദിവസം തന്നെ ഈ മുസ്ലിം ലീഗ് നേതാക്കൾ ഈ വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയും കണ്ട് സംസാരിച്ചിരുന്നു. ഈ അധിക സീറ്റ് അനുവദിക്കണമെന്ന ആവശ്യമായിട്ടാണ് അവരെത്തിയത്. അതിനുശേഷം ഈ കാര്യങ്ങളൊക്കെ ഈ കണക്കുകളൊക്കെ അവരെ ബോധിപ്പിച്ചിരുന്നു എന്ന് കൂടിയാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ മുസ്ലിം ലീഗ് നേതാക്കൾ പറഞ്ഞിരുന്നത്. അതിനുശേഷവും നമ്മളോട് സംസാരിക്കുമ്പോൾ പറയുന്നത് ഈ എല്ലാ കുട്ടികളും, അതായത് അപേക്ഷകരായി മലപ്പുറം ജില്ലയ്ക്ക് അകത്തു നിന്നും പുറത്തു നിന്നുമുള്ള അപേക്ഷകൾ അടക്കം കൂട്ടിയിട്ടും ഈ 10ാം ക്ലാസ് ജയിച്ച എല്ലാ കുട്ടികൾക്കും പഠിക്കാനുള്ള സൗകര്യം വിദ്യാഭ്യാസ വകുപ്പ് ഉറപ്പാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന് പുറമേയുള്ള ഈ സീറ്റ് വേണമെന്നുള്ള ആവശ്യം അത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് മന്ത്രി ആവർത്തിക്കുകയാണ്. പക്ഷേ മുസ്ലിം ലീഗ് നേതാക്കളുടെ ആവശ്യം ഈ സീറ്റ് മലപ്പുറത്തെ ഈ സീറ്റ് പ്രതിസന്ധി എത്രയും വേഗം പരിഹരിക്കണം, അതിൽ മുഖ്യമന്ത്രി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്, അതിൽ പ്രതീക്ഷയുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. അതിന് പുറമെ ഈ ഓൾ പ്രൊമോഷൻ എന്നൊരു കാര്യം, അത് ഈ മിനിമം മാർക്ക് എന്നത് അപ്പുറത്തേക്ക് ഈ സബ്ജക്റ്റ് മിനിമം മാർക്കിലേക്ക് പോവുകയാണ്. അതായത് ഈ 10ാം ക്ലാസ്സിൽ എല്ലാ സബ്ജക്റ്റിനും മിനിമം മാർക്ക് നേടേണ്ടത് ഒരു ആവശ്യമാണ്. അങ്ങനെയാണ് ഈ നിലവാരം മെച്ചപ്പെടുകയുള്ളൂ. ഇപ്പോൾ ഈ ഓൾ പ്രൊമോഷൻ എന്നത് ഈ കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരത്തെ താഴ്ത്തുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അതുകൊണ്ട് രക്ഷിതാക്കളും അധ്യാപകരും അത് ശ്രദ്ധിക്കണമെന്നും മന്ത്രി ശിവൻകുട്ടി വ്യക്തമാക്കുന്നുണ്ട്. ഈ മലപ്പുറത്തെ ഈ +1 സീറ്റ് പ്രതിസന്ധിയും അതേപോലെ തന്നെ ഇതും ഈ തരത്തിൽ ഓൾ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് കൂടുതലായി അദ്ദേഹം പറഞ്ഞത്. അത് കൂടാതെ തന്നെ ഇത്തരത്തിൽ ഇംഗ്ലീഷ് അധ്യാപകരുടെ നിയമനം അത് സംബന്ധിച്ച ഈ കോടതി നിർദ്ദേശം അനുസരിച്ച് കൃത്യമായ തസ്തികകൾ അത് ഒരുക്കിയിട്ടുണ്ട് എന്നും കൂടി മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കിയിട്ടുണ്ട്. വേണു, ഹരികൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.